ഇൻഷുറൻസ് ഏജന്റുമാരായ നിങ്ങൾ ദിവസവും വാട്സപ്പ് സ്റ്റാറ്റസ് ഇടാറുണ്ട്. എന്നാൽ നിങ്ങളോടൊരു ചോദ്യം, നിങ്ങളുടെ വാട്സപ്പ് സ്റ്റാറ്റസ് കണ്ട് ആരെങ്കിലും നിങ്ങളോട് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടോ? മിക്ക ഏജന്റുമാരുടെയും ആൻസർ ഇല്ല അല്ലെങ്കിൽ നോ എന്നായിരിക്കും. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? വരൂ നമുക്ക് നോക്കാം. ഹെൽത്ത് ഇൻഷുറൻസ്, ലൈഫ് ഇൻഷുറൻസ്, ഇൻവെസ്റ്റ്മെന്റ്, ഫിനാൻഷ്യൽ പ്ലാനിംഗ് അല്ലെങ്കിൽ വെഹിക്കിൾ ഇൻഷുറൻസ്, ഇതിനെക്കുറിച്ച് ദിവസവും സ്റ്റാറ്റസ് ഇടുന്ന പല ഇൻഷുറൻസ് ഏജൻസുമുണ്ട്. പക്ഷേ അവർ ഇടുന്ന സ്റ്റാറ്റസിന് പലപ്പോഴും റെസ്പോൺസ് ഇല്ല, ലീഡ്സ് ഇല്ല, എൻക്വയറി ഇല്ല. കാരണം മിക്ക ആളുകളും സ്റ്റാറ്റസ് ഇടുന്നു, പക്ഷേ സ്റ്റാറ്റസ് സിസ്റ്റം ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ്. ഇന്ന് ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത് എങ്ങനെ ഒരു സിമ്പിൾ 3 സ്ലൈഡ് വാട്സപ്പ് സ്റ്റാറ്റസ് സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് സെയിൽസ് പിച്ച് ഇല്ലാതെ, ഫോഴ്സ് ചെയ്യാതെ ട്രസ്റ്റ് ബിൽഡ് ചെയ്യാനും നിങ്ങളുടെ ക്ലയൻസിന്റെ അടുത്ത് ട്രസ്റ്റ് ബിൽഡ് ചെയ്യാനും കൺവേർഷൻ സ്റ്റാർട്ട് ചെയ്യാനും എങ്ങനെ ഹെൽപ്പ് ചെയ്യാം, ഇൻട്രസ്റ്റഡ് പ്രോസ്പെക്റ്റിലേക്ക് നിങ്ങളിലേക്ക് വരാനും സഹായിക്കുന്ന ഒരു ഫ്രെയിം വർക്കിനെ കുറിച്ചാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത്. ഇന്ന് ഒരു കസ്റ്റമറിനും ഇൻഷുറൻസ് വാങ്ങാൻ ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ് സത്യം. പക്ഷേ എല്ലാവർക്കും ഫിനാൻഷ്യൽ സെക്യൂരിറ്റി വേണം. ആർക്കും സെയിൽസ് പേഴ്സണെ ഇഷ്ടമല്ല. പക്ഷേ എല്ലാവർക്കും കൃത്യമായ അഡ്വൈസ് നൽകുന്ന ഒരു അഡ്വൈസറിനെ ഇഷ്ടമാണ്. അതിനാൽ നമ്മൾ ഈ സ്റ്റാറ്റസിൽ പ്രൊഡക്റ്റ് ഒരിക്കലും പുഷ് ചെയ്യരുത്, അല്ലെങ്കിൽ പോളിസി പുഷ് ചെയ്യരുത്, പ്രീമിയം പുഷ് ചെയ്യരുത്. അതിനു പകരം നിങ്ങൾ എന്താണ് അവരോട് പറയേണ്ടത്? അവരുടെ ഇമോഷൻ പുൾ ചെയ്യണം, അല്ലെങ്കിൽ അവരിൽ ക്യൂരിയോസിറ്റി, ജിജ്ഞാസ അത് ക്രിയേറ്റ് ചെയ്യണം. അവരോട് അവയർനെസ്, ഇതിനെക്കുറിച്ചുള്ള പോളിസിയെക്കുറിച്ചുള്ള അവയർനെസ് ബിൽഡ് ചെയ്യണം. അവിടെയാണ് ഈ 3 സ്ലൈഡ് സ്റ്റാറ്റസ് സിസ്റ്റം പവർഫുൾ ആകുന്നത്. ഇനി എന്താണ് ഈ 3 സ്ലൈഡ് സ്റ്റാറ്റസ് സിസ്റ്റം എന്നുള്ളത്? ഒരു സ്റ്റാറ്റസിന് വേണ്ടി 3 ഇമേജുകൾ അല്ലെങ്കിൽ കാര്യങ്ങൾ ഉപയോഗിക്കുന്നതിനാണ് 3 സ്ലൈഡ് എന്ന് പറയുന്നത്. ഒന്നാമത്തെ ഇമേജ് എന്ന് പറയുന്നത് ഹുക്ക്, രണ്ടാമത്തെ ഇമേജ് എന്ന് പറയുന്നത് ഇമോഷൻ, മൂന്നാമത്തേത് CTA. ഒന്നാമത്തേത് ഹുക്ക്, എന്തിനാണ്? അറ്റൻഷൻ പിടിച്ചുപറ്റാൻ. രണ്ടാമത്തേത് ട്രസ്റ്റ് ഉണ്ടാക്കാൻ. മൂന്നാമത്തേത് കൺവേർഷൻ. എന്താണ് ഹുക്ക് എന്നുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ ചിന്തിക്കുക, ഒരു 1940കളിൽ ജീവിച്ചിരുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹത്തിന് 80 വയസ്സുണ്ടെന്ന് കരുതുക. ഒന്ന് ചിന്തിച്ചു നോക്കുക. 1940കളിൽ ജീവിച്ചിരുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹത്തിന് 80 വയസ്സുണ്ടെന്ന് കരുതാം. അദ്ദേഹത്തിന്റെ ലൈഫ് ലോങ് കണ്ട കാഴ്ചകൾ, 80 വയസ്സിനുള്ളിൽ ലൈഫ് ലോങ് കണ്ട കാഴ്ചകൾ ഇന്നത്തെ കാലത്ത് ഒരു മനുഷ്യൻ വെറും 1 മണിക്കൂറുകൾ കൊണ്ട് കാണുന്നു. കാരണം അത്രയ്ക്കും കാഴ്ചകൾ ഇന്നത്തെ കാലത്ത് നമുക്ക് ഇന്റർനെറ്റിലും സോഷ്യൽ മീഡിയയിലും അവൈലബിൾ ആണ്. സോ നമ്മൾ എന്തെങ്കിലും പോസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ അത് ആൾക്കാരുടെ ശ്രദ്ധ പിടിച്ചു പറ്റുമോ? അതാണ് നമ്മൾ അറിയേണ്ടത്. അപ്പോൾ ഒന്നാമത്തെ കാര്യം ഹുക്ക്. എന്താണ്? ആൾക്കാരുടെ ശ്രദ്ധ പിടിച്ചു പറ്റണം. അതിന് നമ്മൾ എന്ത് ചെയ്യണം? ആൾക്കാർ നമ്മുടെ കണ്ടന്റുകൾ കാണുമ്പോൾ അവിടെ സ്ക്രോളിംഗ് നിർത്തണം. അവിടെ നമ്മൾ കൊടുക്കേണ്ടത് ക്യൂരിയോസിറ്റി ക്രിയേറ്റ് ചെയ്യുക. നമ്മൾ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള സൊല്യൂഷൻ അല്ല ഒന്നാമത് കൊടുക്കേണ്ടത്. ഹുക്ക് എന്ന് പറയുന്നതിന്റെ ലക്ഷ്യം വിൽക്കുക എന്നുള്ളതല്ല, മറിച്ച് ആൾക്കാരുടെ ശ്രദ്ധ പിടിച്ചു പറ്റുക എന്നുള്ളതാണ്. നമ്മൾ ജസ്റ്റ് ഒന്ന് പറയുന്നു, ഒരു പരസ്യത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു ക്രിയേറ്റീവിൽ അല്ലെങ്കിൽ ഒരു പോസ്റ്ററിൽ പറയുന്നു ഹെൽത്ത് ഇൻഷുറൻസ് അവൈലബിൾ ആണ് എന്ന് പറയുന്നതിന് പകരം നിങ്ങൾ ഇവിടുത്തെ എക്സാമ്പിൾ നോക്കൂ. ഒരു ഹോസ്പിറ്റൽ ബിൽ നിങ്ങളുടെ സേവിങ്സ് മുഴുവൻ ഇല്ലാതാക്കുന്നു. ഇത് ആൾക്കാരുടെ അറ്റൻഷൻ, ശ്രദ്ധ പിടിച്ചുപെട്ട് സ്ക്രോൾ അവിടെ നിർത്താൻ സാധ്യതയുണ്ട്. അറ്റൻഷൻ ചെയ്യുന്നു, ഇത് ക്യൂരിയോസിറ്റി ഉണ്ടാക്കുന്നു. ഇനി എന്താണ് രണ്ടാമത്തെ ഇമേജിൽ കൊടുക്കേണ്ടത്? നമ്മൾ ആളുകളുടെ ഇമോഷനെ ക്യാപ്ചർ ചെയ്യുക, ഇമോഷൻ നേടിയെടുക്കുക, അതിനെ ടച്ച് ചെയ്യുക. അപ്പം നമ്മൾ പറയുന്നു അസുഖം വരുന്നത് പ്രശ്നമല്ല, പക്ഷെ ഫിനാൻഷ്യൽ പ്രൊട്ടക്ഷൻ ഇല്ലാത്തതാണ് പ്രശ്നം. യെസ്, ആൾക്കാർ ചിന്തിക്കാൻ തുടങ്ങും. അവിടെ ഒരു ഫാക്ട്സ് നമ്മൾ പറയും, ഇമോഷണലി അവരെ ട്രസ്റ്റ് ചെയ്യുന്നു. ഫാക്ട്സ് പറയുന്നതിനേക്കാൾ ഉപരി ഇമോഷണലി. അങ്ങനെ വന്നു കഴിഞ്ഞാൽ, എനിക്ക് നാളെ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ എൻ്റെ ഫാമിലി അതിന് പ്രൊട്ടക്ഷൻ ഉണ്ടോ, റെസ്പോൺസിബിലിറ്റി, ഇത്തരം ഇമോഷൻസുകൾ നിങ്ങൾ ചിന്തിച്ചാൽ അറിയാം. ആൾക്കാർ വാങ്ങുന്നത്, എസ്പെഷ്യലി ഇൻഷുറൻസ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഒരു ഇമോഷണൽ പ്രൊഡക്റ്റ് ആണ്. എന്താണ് ഇമോഷണൽ പ്രൊഡക്റ്റ്? എൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ലൈഫ് ഇൻഷുറൻസോ ഹെൽത്ത് ഇൻഷുറൻസോ ഞാൻ എടുക്കുന്നത് ഒരു ഇമോഷണലാണ്. എനിക്കോ എൻ്റെ കുടുംബത്തിലോ ആർക്കെങ്കിലും എന്തെങ്കിലും നാളെ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ട്രീറ്റ്മെന്റിന് ഒരു ബുദ്ധിമുട്ടുണ്ടാകരുത് എന്ന ഉദ്ദേശത്തിലാണ് നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ പീപ്പിൾ ഇമോഷൻസ് ആണ് ബൈ ചെയ്യുന്നത്, അല്ലാതെ ഫാക്ട്സ് അല്ല. നിങ്ങൾ പറയുന്നു ഈ വർഷം ഇതെടുക്കാൻ ഇത്ര പൈസ ഇപ്പോൾ എടുത്ത ലാഭം, ആ ഫാക്ട്സ് അല്ല. ഇമോഷണലി ആണ് കാര്യങ്ങളെ ഒരു വലിയൊരു ശതമാനം പ്രൊഡക്റ്റ് വാങ്ങാൻ, പർച്ചേസ് ചെയ്യാൻ ആൾക്കാരെ സഹായിക്കുക. ഇനി മൂന്നാമത്തെ ഇമേജിൽ എന്താണ്? CTA. എന്താണ്? കൺവേർഷൻ, കോൾ ടു ആക്ഷൻ. CTA മീൻസ് കോൾ ടു ആക്ഷൻ. നമ്മൾ മൂന്നാമത്തെ ഇമേജിൽ ഓക്കെ പർച്ചേസ് ചെയ്യൂ എന്നല്ല പറയേണ്ടത്, സെയിൽസിനല്ല നമ്മൾ ചോദിക്കേണ്ടത്. അപ്പോൾ ഹാർഡ് CTA എന്ന് പറയുന്നത് ബൈ നൗ, കോൾ മീ നൗ, ജോയിൻ ടുഡേ, അല്ലെങ്കിൽ പോളിസി എടുക്കൂ. ഇതൊക്കെയാണ് നമ്മുടെ ഹാർഡസ്റ്റ് ആയിട്ടുള്ള CTA. CTA എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാണെങ്കിൽ നമ്മൾ യൂട്യൂബ് വീഡിയോയുടെ അവസാനം കാണും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചാനൽ. അതാണ് CTA. അല്ലെങ്കിൽ ലൈക്ക് ദിസ്. എന്താണ്? നിങ്ങളുടെ പോസ്റ്റ് കണ്ടാൽ ചിലപ്പോൾ ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അതിന് എന്ത് ചെയ്യണം? ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ആൾക്കാർ എന്ത് ചെയ്യണം? അപ്പോൾ സോഫ്റ്റ് ആയിട്ടാണ് നമ്മൾ CTA പറയേണ്ടത്.
ഇൻഫോ എന്ന് റിപ്ലൈ ചെയ്യൂ. അവിടെ സെയിൽസ് അല്ല നമ്മൾ പറയുന്നത്. നിങ്ങൾക്ക് താല്പര്യമുണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനുണ്ടെങ്കിൽ ഇൻഫോ എന്ന് റിപ്ലൈ ചെയ്യൂ. ചെക്ക് എന്ന് മെസ്സേജ് ചെയ്യൂ, അല്ലെങ്കിൽ ഹെൽത്ത് എന്ന് മെസ്സേജ് ചെയ്യൂ. ഗൈഡൻസ് വേണമെങ്കിൽ എന്നോട് ചോദിക്കൂ. ഇതാണ് ആൾക്കാർക്ക് ഈസി ആയിട്ട് എൻഗേജ് ചെയ്യാൻ. ഇല്ലെങ്കിൽ നമ്മളെ ബൈ നൗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കോൺടാക്ട് ചെയ്ത ഇയാളുടെ അടുത്ത് വാങ്ങേണ്ടി വരുമോ, ആ ഒരു തോട്ട് വരും. അപ്പോൾ പ്രഷർ നമ്മൾ ക്രിയേറ്റ് ചെയ്യാതെ, പ്രഷർ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാർക്ക് അത് വാങ്ങാനുള്ള ഒരു റെസിസ്റ്റൻസ്, തടസ്സം വരും. പക്ഷെ അത് നമ്മുടെ കോൺവെർസേഷൻ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യും. സോ ഡെയിലി സ്റ്റാറ്റസ് ഫോർമുല എന്ന് പറയുന്നത് ഒരു ദിവസം ഒരു ടോപ്പിക് 3 സ്ലൈഡ്സ്. ഒരു ടോപ്പിക് എടുക്കുക, ഹുക്ക്, ദെൻ അതിന്റെ ഇമോഷൻ എടുക്കുക, അതിന്റെ CTA. ഇങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഞാൻ തരുന്ന സാമ്പിൾ ഇമേജ് എന്താണെന്ന് നിങ്ങൾ നോക്കുക. അതിൽ ഒന്നാമത്തേത് ഹുക്കാണ്, ആൾക്കാരുടെ ശ്രദ്ധ പിടിച്ചു പറ്റുന്നു. രണ്ടാമത്തത് ആൾക്കാരുടെ ഇമോഷൻസ് പിടിച്ചു പറ്റുന്നു. മൂന്നാമത്തത് CTA. അത് നിങ്ങൾ തന്ന സാമ്പിൾ ഇമേജുകൾ നിങ്ങൾ നോക്കുക. സാമ്പിൾ ഇമേജ് ഞാൻ കാണിച്ചു തരാം. 1 സെക്കൻഡ്. നോക്കൂ, ഒരു സാമ്പിൾ ഇമേജ് ആണിത്. ബെസ്റ്റ് ട്രീറ്റ്മെന്റ് ലഭിക്കുമോ, പാരന്റ്സിന് ബെസ്റ്റ് ട്രീറ്റ്മെന്റ് ലഭിക്കുമോ, അതൊരു ഹുക്കാണ്. ആൾക്കാരുടെ ശ്രദ്ധ പിടിച്ചു പറ്റി, പാരന്റ്സിനെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും അതൊരു ശ്രദ്ധ ക്ഷണിക്കുന്ന ഒരു കാര്യമാണ്. ദെൻ രണ്ടാമത്തെ ഇമേജ് അല്ലെങ്കിൽ രണ്ടാമത്തെ കാര്യങ്ങൾ ഇമോഷൻസ് എന്താണ്, VIP ഹോസ്പിറ്റൽ വലുതാകാം, ശരി, ആ ഒരു തോട്ട് നമ്മൾ കൊടുക്കുന്നു. മൂന്നാമത്തത് കാര്യങ്ങൾ പറയുന്നു, പ്രീമിയം കവർ, നമ്മൾ അവിടെ സൊല്യൂഷൻ കൊടുക്കുന്നു. അതുപോലെ ഹെൽത്ത് എന്ന് മെസ്സേജ് ചെയ്യൂ. ഇവിടെ ആരോടും നമ്മൾ പർച്ചേസ് ചെയ്യാൻ പറയുന്നില്ല. അപ്പൊ ഇതാണ് ഒരു സാമ്പിൾ എന്ന് പറയുന്നത്. ഇനി ആൾക്കാർ നിങ്ങളെ കാണേണ്ടത് ഒരു ഇൻഷുറൻസ് ഏജന്റ് ആയിട്ടില്ല, മറിച്ച് അവർക്ക് വ്യക്തമായ വിവരങ്ങൾ നൽകുന്ന ഒരു ട്രസ്റ്റഡ് അഡ്വൈസർ ആയിട്ടാണ്. അത് ലൈഫിലായാലും ഹെൽത്തിലായാലും വെഹിക്കിളിലായാലും ഏത് ഫിനാൻഷ്യൽ പ്ലാനിങ്ങിലും നമ്മൾ ആൾക്കാരുടെ പുറകെ പോയി അവർക്ക് പോളിസി വിൽക്കുന്ന ഒരു ഹണ്ടർ ആയിട്ടല്ല നമ്മൾ മാറേണ്ടത്, മറിച്ച് ഒരു കൃത്യമായ വിവരങ്ങൾ നൽകുന്ന, ഉപദേശങ്ങൾ നൽകുന്ന ഒരു ട്രസ്റ്റഡ് അഡ്വൈസറായി മാറുക. നമ്മൾ പലപ്പോഴും ആൾക്കാർ കാണുന്നത് വാട്സപ്പ് സ്റ്റാറ്റസ് എന്ന് പറയുന്ന ഒരു ഫീച്ചറാണ്. വാട്സപ്പ് നമുക്ക് തന്നേക്കുന്ന ഒരു ഫീച്ചർ ആയിട്ടാണ്. പക്ഷെ ആക്ച്വലി നിങ്ങളത് ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ ഡിജിറ്റൽ ഷോപ്പാണ്. ആൾക്കാർ നിങ്ങളെ വിളിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ സ്റ്റാറ്റസ് കാണും, അല്ലെ? അത് കൂടുതൽ ക്രെഡിബിലിറ്റി, വിശ്വാസം അവരിൽ ഉണ്ടാക്കും. ആൾക്കാർക്ക് നിങ്ങളെ വിശ്വസിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ സ്റ്റാറ്റസ് കാണും, അത് നിങ്ങളിൽ വിശ്വാസം ഉണ്ടാക്കും. ഇപ്പം ഇത്തരം കാര്യങ്ങൾ ഒരു ഡിജിറ്റൽ ഷോപ്പിൽ നമ്മൾ പലപ്പോഴും ഒരു കടയിൽ പോയി അവിടെ കാര്യങ്ങൾ കാണുമ്പോഴാണ്, ഇപ്പൊ തുണി വാങ്ങാൻ പോയ ഒരുപാട് സ്റ്റോക്ക് ഉണ്ടെങ്കിൽ കാര്യങ്ങൾ കാണുമ്പോഴാണ് മെല്ലെ വിശ്വസിക്കുന്നത്, ഇപ്പം കൊള്ളാം, ഈ ഷോപ്പ് കൊള്ളാം. അതേപോലെ നിങ്ങളുടെ സ്റ്റാറ്റസ് നിങ്ങളുടെ കോൺടാക്ട്സ് ഉള്ളവർ ആൾക്കാർ കാണട്ടെ, മെല്ലെ മെല്ലെ ആൾക്കാർ നിങ്ങളെ വിശ്വസിച്ച് തുടങ്ങും. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? സ്റ്റാറ്റസ് ഇടുകയല്ല ചെയ്യേണ്ടത്, ഇതുപോലുള്ള സിസ്റ്റങ്ങൾ ഉപയോഗിച്ച് സ്റ്റാറ്റസ് ഇടുക. ആൾക്കാരെ കണക്ട് ചെയ്യുന്ന, അവരുടെ ശ്രദ്ധ പിടിച്ചു വിട്ടുന്ന, അവരുടെ ഇമോഷനെ ട്രിഗർ ചെയ്യുന്ന, അവർക്ക് നിങ്ങളെ കോൺടാക്ട് ചെയ്യാൻ രീതിയിലുള്ള സ്റ്റാറ്റസുകളാണ് നിങ്ങൾ ഉപയോഗിക്കേണ്ടത്. നമ്മൾ പറയാറുണ്ട്, ബിസിനസ്സിനെ പല ആൾക്കാരും നമ്മൾ ആൾക്കാരുടെ പുറകെ പോയിട്ടാണ് കാര്യങ്ങൾ സെയിൽ ചെയ്യാൻ നോക്കുന്നത്. അത് ഒരിക്കലും ചെയ്യരുത്. അതിന് പകരം നിങ്ങൾ ട്രസ്റ്റ് ബിൽഡ് ചെയ്യൂ. ട്രസ്റ്റ് ബിൽഡ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആൾക്കാർ നിങ്ങളെ തേടി വരുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് തന്നിരിക്കുന്ന വാട്സപ്പ് സ്റ്റാറ്റസ് സിസ്റ്റം ഈ രീതിയിൽ നിങ്ങളൊന്ന് അനലൈസ് ചെയ്ത് നോക്കൂ. ഇതുപോലുള്ള 14 ദിവസത്തേക്കുള്ള വാട്സപ്പ് സ്റ്റാറ്റസ് സിസ്റ്റമാണ് നിങ്ങൾക്ക് ഞാൻ ഫ്രീ ആയിട്ട് തരാൻ പോകുന്നത്. സോ അതെങ്ങനെയാണ് ലഭിക്കുക എന്നുള്ളത് വെബിനാറിൽ അറിയാൻ പറ്റും. നിങ്ങൾ അതുകൊണ്ട് കൂടുതൽ അറിയാനെങ്കിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്യും, അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. See you in the next video.